കേരളത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കും. മാറാത്തതിന് മാറും. ഇനി പലരും ഇങ്ങോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിയമത്തെ നമ്മൾ അങ്ങ് എടുക്കും. ഇപ്പൊ താഴിട്ട് പൂട്ടിയിരിക്കുന്നതാണ് ശിവൻകുട്ടി പറഞ്ഞത്. ആ താഴ്, ഡബിൾ താഴ് ഞങ്ങൾ തുറക്കും. അങ്ങനെ തുറക്കാൻ ഞങ്ങളുടെ 17 കൗൺസിലർമാരിവിടെ ഉണ്ട്. നിയമത്ത് വലിയ വിജയം ഉണ്ടാവും. ആ വിജയം കേരളത്തിലെമ്പാടും വളരെ വലിയ തരംഗമാണ്. കേരളത്തിലെമ്പാടും പ്രതിഫലിക്കും. നമസ്കാരം. നിയമമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി നിരവധി BJP പ്രവർത്തകർ വലിയ ആഘോഷത്തോടു കൂടിയാണ് കോർപ്പറേഷന് മുൻപിൽ നിന്നും യാത്ര പുറപ്പെടുന്നത്. എന്തായാലും നിരവധി BJP പ്രവർത്തകർ എല്ലാവരും തന്നെ ഇപ്പോൾ വലിയൊരു ഘോഷയാത്രയായാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി പോകുന്നത്. ഇതാ ബൈക്കുകളെല്ലാം തന്നെ അണിനിരന്നിരിക്കുന്നു. വലിയ ബൈക്ക് റാലിയായി അതിന് പിന്നാലെ BJPയുടെ കൗൺസിലർമാരും എല്ലാവരും തന്നെ അണിനിരന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു വിജയപ്രതീക്ഷയാണ് BJP നിയമമണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ്. നമ്മളോടിപ്പോൾ കരമന ജയൻ ചേരുന്നു. വലിയ കരമന അജിത്ത് മാറിപ്പോയി. എല്ലാം കരമനയാണ്, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ നിയമം മാത്രമല്ല, കേരളത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കും. മാറാത്തതിന് മാറും. കണ്ടില്ലേ, കഴിഞ്ഞ കാലാംശങ്ങളിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും BJPയിലേക്കുള്ള ഒഴുക്ക്, പല MLAമാരായിരുന്നവർ BJPയിലേക്ക് വരുന്നു. അത് തന്നെ ഒരു ശുഭലക്ഷണമല്ലേ? അവർക്കെല്ലാം പ്രതീക്ഷ വന്നു തുടങ്ങി. ഇനി പലരും ഇങ്ങോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിയമത്തെ നമ്മൾ അങ്ങ് എടുക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. കഴിഞ്ഞ 5 വർഷത്തിൽ കൈവിട്ടു പോയ ആ മണ്ഡലം ഇപ്പൊ താഴിട്ട് പൂട്ടിയിരിക്കുന്നതാണ് ശിവൻകുട്ടി പറഞ്ഞത്. ആ താഴ്, ഡബിൾ താഴ് ഞങ്ങൾ തുറക്കും. അങ്ങനെ തുറക്കാൻ ഞങ്ങളുടെ 17 കൗൺസിലർമാരിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ തുറക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ നിയോജക മണ്ഡലത്തിൽ 17 പേര് ജയിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾ തുറക്കും, അധികാരത്തിൽ വരും, നിയമം ഞങ്ങൾ എടുക്കും. അത് സംശയം വേണം. ശരി, എന്തായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് നിയമമണ്ഡലത്തിൽ ഉൾപ്പെടെ BJP കരുതുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നേമത്തെ BJP സ്ഥാനാർത്ഥി, അതുകൂടാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു ആഘോഷ പരിപാടിയായി മുന്നോട്ട് പോവുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി BJPയെ സംബന്ധിച്ച് നേമം A ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ A ക്ലാസ് സ്ഥാനാർത്ഥി അദ്ദേഹം ഇപ്പോൾ ബൈക്കിൽ കയറി, ബുള്ളറ്റിൽ കയറി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് BJPക്ക് തലസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ വലിയ ആവേശമാണ്. കാരണം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ BJPക്ക് തലസ്ഥാനത്ത് വളരെ വലിയ വിജയം തന്നെ നേടുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നിലവിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബുള്ളറ്റ് വേഗത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അദ്ദേഹം ബുള്ളറ്റിലാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി വികാസ് ഭവനിലെ ഓഫീസിലേക്ക് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഏകദേശം 1:30 അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ്. BJPയെ സംബന്ധിച്ച് തലസ്ഥാനത്ത് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. നേമത്തും വട്ടിയൂർക്കാവും, അതായത് A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ പ്രതീക്ഷയാണ്, വിജയപ്രതീക്ഷയാണ് BJP വച്ച് പുലർത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് ഒപ്പം മേയർ VV രാജേഷ്, അതുകൂടാതെ ഡെപ്യൂട്ടി മേയർ എന്നിങ്ങനെ നിരവധി നേതാക്കൾ എല്ലാവരും തന്നെ, ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഉണ്ട്. അതുകൂടാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് തലസ്ഥാനത്ത് BJP വച്ച് പുലർത്തുന്നത്. വലിയ ആഘോഷമായാണ്
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി നിലവിലിപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം റോഡിലൂടെ വലിയ ആഘോഷമായി അണിനിരന്നിരിക്കുന്നത്. പുറകിലേക്കുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വാദ്യമേളങ്ങളോടുകൂടി ഒരു ഉത്സവം എന്നോണമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു BJPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ വലിയ ആഘോഷമായി ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ വളരെ വ്യക്തമാണ് BJP ഇപ്രാവശ്യം വലിയ വിജയം കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ ഒരു വലിയ ആഘോഷത്തോടു കൂടിയാണ് അവർ പോകുന്നത്. എന്തായാലും മേയർ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി നിലവിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് പുറകിലായി നടക്കുന്നത്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, എന്റെ ചിഹ്നമായ താമരയിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നിയമത്തിന്റെ ഉത്തരം കൊണ്ടുവരാൻ മേയറെ നഗരസഭയിലുണ്ടായ അതേ വിജയം നേമത്തും ഉണ്ടാകും. തീർച്ചയായിട്ടും അതേക്കാൾ നേമത്ത് വലിയ വിജയം ഉണ്ടാവും. ആ വിജയം കേരളത്തിലെമ്പാടും വളരെ വലിയ തരംഗമാണ് കേരളത്തിലെമ്പാടും പ്രതിഫലിക്കും. എന്തായാലും മേയർ പറഞ്ഞതുപോലെ വലിയ വിജയം നഗരസഭയിൽ ഉണ്ടായ ഉജ്ജ്വല വിജയം പോലെ തന്നെ നേമത്തും ഉണ്ടാകും, വട്ടിയൂർക്കാവും ഉണ്ടാകുമെന്നാണ്. തൊട്ടു പിന്നാലെ ഡെപ്യൂട്ടി മേയർ ആശാനാഥുണ്ട്. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അധികാര പ്രമത്തത കൊണ്ട് അന്ധമാർത്തിരുന്ന രാജനൈതിക ശക്തികൾക്കെതിരെ പടകധ്വനിയും മുഴക്കിക്കൊണ്ട് നേമം മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അധികാര പ്രമത്തത കൊണ്ട് അന്ധമാർത്തിരുന്ന രാജനൈതിക ശക്തികൾക്കെതിരെ പടകധ്വനിയും മുഴക്കിക്കൊണ്ട് എന്തായാലും ബുള്ളറ്റിലുള്ള ഒരു യാത്രയാണ്. ബുള്ളറ്റ് വേഗത്തിൽ ഇനി നേമത്ത് വലിയ വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം BJP കേരളത്തിൽ അത്ഭുതകരമായ വിജയം നേടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് അവർക്ക് ഉള്ളത്. നേമത്ത് ആദ്യഘട്ടത്തിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന അധ്യക്ഷൻ നേമത്താണ് താൻ മത്സരിക്കുന്നത് എന്ന് ആദ്യഘട്ടം മുതലേ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഗ്രൗണ്ട് വർക്ക് ഉൾപ്പെടെ നടത്തി. ഇന്നലെ അദ്ദേഹം ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നു, ഞാൻ നേമത്ത് വീടെടുത്തു, തലസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ തലസ്ഥാനം വിടൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹം നേമത്തെ വിജയം ഉറപ്പിച്ച മട്ടാണ് ഉള്ളത്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, എന്റെ ചിഹ്നമായ താമരയിൽ വോട്ടുകളെ അഭ്യർത്ഥിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നിലവിലിപ്പോൾ ബുള്ളറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൊട്ടു പുറകിലായി ബുള്ളറ്റിനെ തൊട്ടി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിങ്ങനെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. എസ് സുരേഷ് ഉണ്ട്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉണ്ട് എന്നിങ്ങനെ നിരവധി നേതാക്കൾ, കരമന അജിത്ത് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുടെ അകമ്പടിയോടുകൂടിയാണ്, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ്, വലിയ ആഘോഷത്തോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ നിലവിലിപ്പോൾ വികാസ് ഭവനിലെ ഓഫീസിലേക്ക് പോകുന്നത്. വലിയ വിജയമാണ് BJPയെ സംബന്ധിച്ച് നേമത്തും A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2026 വലിയ മാറ്റം വരും എന്ന് BJPയും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് വലിയ അത്ഭുതം കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.